ലെവൽ ക്രോസ്. ആ ഒരു സിനിമ ഇന്നലെയാണ് നീ കാണാൻ പറ്റിയത്. ഗംഭീരമായിട്ടുള്ള ഒരു ഒരു വണ്ടർഫുൾ മൂവി. ഒരു പക്ഷേ ഈ സിനിമ ചിലപ്പോൾ OTT-യിലായിരിക്കും ജയിക്കാം. OTT-യിൽ ഇറങ്ങിയിട്ട് ആൾക്കാർ പറയും, അയ്യോ ഇത് തിയേറ്ററിൽ മിസ്സായി പോയി, തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയായിരുന്നു എന്ന് അപ്പോൾ പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തിയേറ്ററിൽ പോയി കണ്ടോ. കാരണം ഇതിന്റെ മേക്ക് ചെയ്തേക്കുന്ന ഒരു രീതി, ആ ഓരോ ഫ്രെയിംസും അത് തിയേറ്ററിൽ തന്നെ നമ്മൾ ആസ്വദിക്കണം. അത്രയും ഭംഗിയാണ് അതിന്റെ ഓരോരോ സീനുകളും, അത്രയും ഭംഗിയാണ്. അത് OTT-യിൽ ഇറങ്ങിയിട്ട് പിന്നെ വിഷമിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ ലെവൽ ക്രോസ് എന്നുള്ള ഒരു മൂവി തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സൈലന്റ് ആയിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു മൂവിയാണ് ലെവൽ ക്രോസ്. അത്തരത്തിലുള്ള ഒരു മൂവീനെ നമ്മളിലേക്ക് ഇങ്ങനെ തരുമ്പോ അത് പ്രേക്ഷകനെ പിടിച്ചിരുത്താനുള്ള കഴിവും ആ സിനിമയ്ക്ക് വേണം. ആ ഒരു കഴിവ് ശരിക്കും ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് ചുരുക്കം ചില ഡയറക്ടേഴ്സ് മാത്രമേ പറ്റുള്ളൂ ഇത്തരത്തിലുള്ള ഒരു സിനിമ കൊണ്ട്. അതായത് കൊമേഴ്ഷ്യൽ സിനിമകൾ കുറെ ഇറക്കി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത്തരം സിനിമകൾ വിജയിക്കുന്ന ഒരു തരത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു സിനിമ ഇറക്കിയിട്ട് പ്രേക്ഷകനെ അത് പിടിച്ചിരുത്താനായിട്ട് കഴിയണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറക്ടറിന്റെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ അപാരം തന്നെയാണ്. ആ ഒരു ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എനിക്ക് ഒരു തരത്തിലും ലാഗും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഓരോ ഡയലോഗിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അത് ഇവർ മൂന്നുപേര് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആക്ടേഴ്സ് ആണ്. ഇതിൽ മാക്സിമം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ ആയിരിക്കണം അതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ. ഈ സ്ക്രിപ്റ്റും അത്തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു. എനിക്ക് പിന്നെ ഈ സിനിമയില് ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും നമ്മളെ പിടിച്ചിരുത്താനുള്ള ഒരു കഴിവ് ആ സ്റ്റോറിക്ക് ഉണ്ട്. പിന്നെ അവിടുന്ന് ഒരു ഫസ്റ്റ് ഹാഫിന്റെ ഇന്റർവെൽ ബ്ലോക്കിന് തൊട്ട് മുമ്പ് നെഞ്ചിടിപ്പിക്കുന്ന ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവസാനിക്കുക. അത് ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ അമലാപോളിന്റെ ഒരു കഥ ബാക്ക് സ്റ്റോറി പറയും. പിന്നെ സെക്കൻഡ് ഹാഫിൽ ആസിഫ് അലിയുടെ ഒരു ബാക്ക് സ്റ്റോറി പറയും. ഈ ആസിഫ് അലിയുടെ ബാക്ക് സ്റ്റോറി പറയാനായിട്ട് നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് ആ ഇന്റർവെൽ ബ്ലോക്കിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു സീൻ. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ലാസ്റ്റ് ഒക്കെ എത്തുമ്പോൾ അന്യായ ട്വിസ്റ്റുകളോട് കൂടിയിട്ട് നമ്മളിങ്ങനെ അങ്ങനത്തെ ഒരു ലെവലിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന തരത്തിലുള്ള ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ലാസ്റ്റ് ഒക്കെ എത്തുമ്പോൾ. പിന്നെ ലാസ്റ്റ് ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു സീന് കാണിക്കുന്നുണ്ട്. അത് ഒരു 10-15 സെക്കൻഡോളം കാണിക്കുന്നുണ്ട്. അത് നല്ല അടിപൊളിയായിട്ടാണ് അവരത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് അതിലെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ കഥയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു കലാകാരന്റെ ഭാവനയിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്ലോട്ടാണ്. അത് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം സൗണ്ട് ഡിസൈനിങ്ങിലായാലും ആ ഒരു വിൻഡിന്റെ സൗണ്ട്, പിന്നെ ഓരോ ആൾക്കാര് കാൽപരിമാറ്റത്തിന്റെ സൗണ്ട്, ട്രെയിൻ പോകുന്ന സൗണ്ട്, പിന്നെ അതില് വരുന്ന ഓരോരോ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും ഒക്കെ അന്യായമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഓരോരുത്തരുടെ പെർഫോമൻസ് ആണ് എടുത്തു പറയേണ്ടത്. ആസിഫ് അലിയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ആസിഫ് അലിയുടെ ചിരികളുണ്ട്, ടൈപ്പ് ഓഫ് ചിരികളുണ്ട്, കുറെ ചിരികളുണ്ട്. അതില് ആസിഫ് അലി ദേഷ്യത്തോടെ ചിരിക്കുന്നതും, നല്ല പൊട്ടിച്ചിരിക്കുന്നതും, സന്തോഷത്തോടെ ചെറിയൊരു സന്തോഷത്തോടെ ചിരിക്കുന്നതും, വൈരാഗ്യത്തോടെ ചിരിക്കുന്നതും, പിന്നെ ഉള്ളിലുള്ള ഒരു പക അത് പുറത്ത് കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചിരി, അങ്ങനത്തെ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചിരികൾ ഉണ്ട് ആസിഫ് അലിക്ക്. അതിനെക്കാട്ടൊരു വ്യത്യസ്തമായിട്ടൊരു ചിരിയാണ് ഈ സിനിമയിൽ. അത് ഒയ്യോ ആള് തകർത്തഭിനയിച്ചിട്ടുണ്ട്. ആളുടെ ഒരു ബോഡി ലാംഗ്വേജും എല്ലാതും ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമർ തന്നെയായിരുന്നു നമ്മുടെ ഷർഫുദ്ദീന്റെ ഒരു ഇൻട്രോ സീൻ ഉണ്ട് ഇതിനകത്ത്. അതില് ആള് ഡിപ്രഷൻ അടിച്ച് നിൽക്കുന്ന ഒരു വൈഫ് മരിച്ചു പോയിട്ട് ഡിപ്രഷൻ അടിച്ച് നിൽക്കുന്ന ഒരാളായിട്ടാണ് അത് കാണിക്കുന്നത്. ആ സമയത്ത് ആളിടുന്ന കുറച്ച് ഭാവങ്ങളുണ്ട്, അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ഇത് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആള് റൂം തുറന്ന് വന്നിട്ട് ഒരു സീനൊക്കെ ഉണ്ട്. വല്ലാണ്ട് പറയാൻ പറ്റില്ല, സ്പോയിലർ ആയി പോകും. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ സിനിമ കാണണ്ട. അത് പല അഭിപ്രായം കേട്ടിട്ട് നിങ്ങൾ ഈ സിനിമ കാണാതിരിക്കരുത്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടം തന്നെയാണ് ഈ സിനിമ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ആകെ 2 മണിക്കൂർ സിനിമയുള്ളൂ. ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന പെർഫോമൻസ് അത് തന്നെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഈ ആ ഒരു അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ യൂസ് ചെയ്തേക്കണ ആ ഒരു രീതി 2 മണിക്കൂറിൽ എനിക്ക് എവിടെയും തന്നെ ഒരു ലാഗും ഒരു ബോറടിയും എനിക്ക് ഫീൽ ചെയ്തില്ല. അതൊരു ഒരു 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 അത് ഇത്തരം കുറച്ച് സിനിമകൾക്ക് മാത്രമേ അങ്ങനത്തെ ഒരു കഴിവുണ്ടായിട്ടുള്ളൂ. എന്റെ സിനിമ ഇങ്ങനത്തെ ഒരു സിനിമയാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടൊരു സാധനം ഇട്ട് തരുമ്പോ, ഈ അർഫാസ് അയ്യൂബ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഇട്ട് തരുമ്പോ അത് ആളുടെ കഴിവിനെ
ആൾക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സിനിമയില്. അത് കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന തരത്തിൽ ഒരുപാട് ഒരുപാട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അമലാപ്പോൾ ആസിഫ് അലിയുടെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അത് ഞാനിവിടെ പറയാം. നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്ന് പറയും. അപ്പോ ആസിഫ് അലി പറയും, അത് നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് തോന്നുന്നതാണ്, നിങ്ങളുടെ ചുറ്റിലുള്ള എല്ലാവരും നല്ല മനുഷ്യനാണെന്നുള്ള കാര്യം. ആ ഒരു ഡയലോഗ് ഭയങ്കര ടച്ച്, മനസ്സിൽ തട്ടുന്ന തരത്തിലുള്ള ഒരു ഡയലോഗാണ്. അങ്ങനത്തെ അതേപോലത്തെ ഉള്ള കുറെ ഡയലോഗുകളും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഒട്ടും ബോറടിക്കാണ്ടും ഒരു തരത്തിലും ലാഗ് അടിക്കാണ്ടും എനിക്ക് കാണാൻ പറ്റിയത്. അത് നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു തിയേറ്ററിൽ. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ബാക്കിയുള്ളവരുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ ഒരു സിനിമയെ കാണാതിരിക്കരുത്. ആസിഫ് അലിയുടെ ഒക്കെ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ഇതിൽ ശരിക്കും നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ സിനിമ കാണുക. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ സിനിമയെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പൊ ഇനി ഇതിൽ കൂടുതൽ വല്ലാണ്ട് പറയാൻ പറ്റില്ല. അപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമ മൊത്തം പറയേണ്ടി വരും. അപ്പോ നിങ്ങൾ അനുഭവിച്ച സിനിമ കാണുക. അടിപൊളി ഒരു സിനിമയാണ്, ഒരിക്കലും മിസ് ചെയ്യരുത് തിയേറ്ററിൽ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.